കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. രക്തത്തിലെ തൈറോയ്ഡ് ഹോർമോണിലെ വ്യതിയാനം, കാൽഷ്യത്തിൻ്റെ അളവിലുള്ള വ്യത്യാസം, നട്ടല് സംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ കാരണമായി പറയുന്നുണ്ടെങ്കിലും 95% കുട്ടികളിലും കണ്ടുവരുന്ന മലബന്ധത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇത് ഒഴിവാക്കാവുന്നതാണ്. കുഞ്ഞിന് 6 മാസം വരെ കഴിവതും അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഏത്തക്കാപ്പൊടി, കൂവരകിൻ്റെ പൊടി ഇതെല്ലാം ചേർത്തിട്ടുള്ള കുറുക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ചോറ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അതോടൊപ്പം തന്നെ നാരുവർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഇലക്കറി അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തണം. ഇലക്കറി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മുരിങ്ങയില, ചീര, അതിൻ്റെ ഇലകൾ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള വെള്ളരിക്ക, ക്യാരറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. പഴവർഗ്ഗങ്ങളാണ് അടുത്ത് പറയുന്നത്. പഴവർഗ്ഗങ്ങളിൽ തന്നെ നാരിൻ്റെ അളവ് കൂടുതലുള്ള ഓറഞ്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഓറഞ്ചിനോടൊപ്പം തന്നെ പഴുത്ത പപ്പായ, തണ്ണിമത്തൻ ഇതെല്ലാം വളരെയധികം നല്ലതാണ്. രാവിലെ കുഞ്ഞിന് വെറും വയറ്റിൽ ചെറു ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉണക്കമുന്തിരിങ്ങ പിറ്റേന്ന് നീരാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിന് ടോയ്ലറ്റ് ട്രെയിനിങ് കൂടെ കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം കുഞ്ഞ് ഇരിക്കാൻ ആവുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്കും പോട്ടിയിലോ അല്ലെങ്കിൽ കാലിൻ്റെ ഇരുത്തിയിട്ടോ ഒരു ദിവസം ഒരു 10 മിനിറ്റ് സമയം 2 നേരം ടോയ്ലറ്റ് ട്രെയിനിങ് ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മലം പോകുന്ന സമയത്ത് കുഞ്ഞ് വളരെയധികം വേദന കാരണം കരയുകയാണെങ്കിൽ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ മുറിവെണ്ണയോ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷവും കുഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ മലം സുഖമായിട്ട് പുറത്തു പോകുന്ന വളരെയധികം ഔഷധങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വിദഗ്ധനായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.